ജൂലിയുടെ സ്റ്റോറി വാക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന പ്രോഗ്രസ് നമ്മൾ 4ാം സീസണിന്റെ 4ാം എപ്പിസോഡിൽ കണ്ടു. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ദ ഗ്രാൻഡ് ഗുളികോ എന്ന കഥാപുസ്തകത്തിലെ സ്റ്റോറി വാക്കർ ഫ്രെഡ് എന്ന ക്യാരക്ടറുടെ ഭാഗം റാൻഡൽ കണ്ടെത്തി വായിക്കുന്നതിലൂടെ അവർ സ്റ്റോറി വാക്കിംഗ് ടൈമിൽ ബുക്ക് മാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞു. എന്നാൽ നമ്മൾ ആ പാർട്ടിൽ ഒരു ചിത്രം കണ്ടിരുന്നു. നിലവിൽ നടക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതുമായ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ ഒരു ഡ്രോയിങ്ങിലുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ആ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ജൂലി ബുക്ക് മാർക്ക് പരീക്ഷിക്കാൻ വേണ്ടി വരച്ച ആ സിമ്പിളാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികം, പോട്ടെ. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി അതിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാറി പറക്കുന്ന ഒരു പക്ഷി. ഈതൻ സെറ്റിൽമെന്റിലേക്ക് പോകും വഴി ആദ്യമായി കാക്കയല്ലാതെ ഒരു പക്ഷിയെ കണ്ടതിന്റെ എന്തെങ്കിലും ഒരു സൂചനയാണോ ഇത്? ജെയ്ഡും ഇതുപോലെ കാട്ടിലായി കണ്ടെത്തി അവൻ തേടി നടന്ന ലഹരി പിടിപ്പിക്കുന്ന ഐറ്റം മാജിക് മഷ്റൂംസ്. ഈ ചിത്രത്തിന്റെ താഴേക്ക് നോക്കിയേ. അവിടെ അപ്പുറവും ഇപ്പുറവും 2 കൂണുകൾ വീതി നിൽക്കുന്നതായി വരച്ചിരിക്കുന്നത് ഇനി കോയിൻസിഡൻസ് എങ്ങനെയാണോ? ആണെങ്കിൽ പിന്നെ ഇതിന്റെ കാര്യം പറ. ബട്ടർഫ്ലൈസ് എന്ന പോലെ വരച്ചിരിക്കുന്നതായിരിക്കാം. പക്ഷേ ബോയ്ഡിന്റെ കൈവശമുള്ള ആബിയുടെ റിങ്ങിലെ ആ സിംബലുമായി നല്ല സാമ്യമില്ലേ? ബോയ്ഡ് ആ റിങ്ങിൽ സൂക്ഷിച്ചിരിപ്പുള്ള ബോക്സ് പോലെയല്ലേ ഇതിൽ ഫ്രെഡിന്റെ താഴെ കാണുന്ന ടൂൾ ബോക്സ്? പ്ലസ് ഫാത്തിമ ഇപ്പോൾ ഒരു ഭീമന്റെ മൺപ്രതിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞത് വെച്ച് ആ ഗോലം ഇരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ ആണല്ലോ. ആൻഡ് ജെയ്ഡ് ഒരു എഞ്ചിനീയർ ആണെന്നറിയാലോ. സോഫ്റ്റ്വെയർ ആണേലും അതിൻ്റെ ഒരു സിംബോളിസം എന്ന പോലെയാണോ ഫ്രെഡിന് അങ്ങനെ ഒരു ഹെൽമെറ്റ് കൊടുത്തിരിക്കുന്നത്? വെറുതെ കാണിച്ചു പോയ ഒരു ഡ്രോയിങ് ആണേലും ഇത്രയൊക്കെ സാമ്യത വരുമ്പോൾ എല്ലാം യാദൃശ്ചികം മാത്രമെന്ന് കരുതുന്നത് എങ്ങനെയാണ്? ഈ ഫോട്ടോ അടിപൊളിയൊന്ന് നോക്കിക്കേ. എന്തെങ്കിലും സംശയാസ്പദമായി തോന്നുന്നുണ്ടോ? എന്തായാലും കണ്ടറിയാം.